ജൂലൈ 1 മുതൽ IRCTC അക്കൗണ്ട് ആധാറുമായി ബന്ധിച്ചവർക്ക് തത്കാൽ റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ പറ്റൂ. ജൂലൈ 15 മുതൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ആധാർ അധിഷ്ഠിത OTP നൽകുന്ന സംവിധാനവും നിലവിൽ വരും. ഈ രണ്ട് വാർത്തകളും റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. ഇതിനെപ്പറ്റി നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇപ്പോൾ തന്നെ IRCTC അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാൻ പ്രൊവിഷനുണ്ട്. പക്ഷേ വളരെ കുറഞ്ഞ ആളുകളെ അത് ചെയ്തിട്ടുള്ളൂ. ഇന്ന് ആധാർ ഓതൻറ്റിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു മാസം 12 ടിക്കറ്റ് വരെ മാത്രമേ നിങ്ങളുടെ IRCTC അക്കൗണ്ട് ഉപയോഗിച്ച് എടുക്കുവാൻ പറ്റുകയുള്ളൂ. എന്നാൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസം നിങ്ങൾക്ക് 24 ടിക്കറ്റ് വരെ എടുക്കാം. അതിന് IRCTC രജിസ്റ്റേർഡ് യൂസേഴ്സ് അവരുടെ യൂസർ പ്രൊഫൈൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 passenger ഓൺ ദ ടിക്കറ്റ് ബീങ് ബുക്ക്ഡ് ബിയോണ്ട് 12 tickets in a month should also be authenticated with ആധാർ. എങ്ങനെ നിങ്ങളുടെ യൂസർ ID ആധാർ ഉപയോഗിച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ലോഗിൻ ടു IRCTC website and sign in. Under My Account, choose Authenticate User. On clicking Authenticate User, you will be taken to the Authenticate User page. ഈ പേജിൽ എല്ലാ ഡീറ്റെയിൽസും IRCTC അക്കൗണ്ടിലുള്ള പ്രൊഫൈലിൽ നിന്ന് ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക, വെരിഫൈ ഡീറ്റെയിൽസ് ആൻഡ് റിസീവ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP ലഭിച്ചാൽ OTP ഫില്ല് ചെയ്ത് റീഡ് ആൻഡ് സെലക്ട് ദ കൺസെൻറ്റ് ചെക്ക് ബോക്സ് ആൻഡ് ക്ലിക്ക് ഓൺ സബ്മിറ്റ് ബട്ടൺ. ഓൺ സക്സസ്ഫുൾ ഓതൻറ്റിക്കേഷൻ you will receive a confirmation message. In case of unsuccessful authentication, alert message will be displayed. അത്തരം കേസസിൽ you can recheck the details submitted and try again. Authentication status സക്സസ് ആകുന്നതോടെ മൈ അക്കൗണ്ട് ടാബിന് ചുവടെയുള്ള Authenticate യൂസർ ലിങ്കിനെതിരെ ഒരു ഗ്രീൻ ടിക്ക് പ്രത്യക്ഷപ്പെടും. ഇനി പാസഞ്ചേഴ്സിനെ ആധാർ ഉപയോഗിച്ച് എങ്ങനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാം എന്ന് നോക്കാം. മൈ അക്കൗണ്ട് ടാബിന് ചുവടെ മൈ പ്രൊഫൈലിൽ കാണുന്ന ആഡ് മോഡിഫൈ മാസ്റ്റർ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ യു വിൽ ബി ടേക്കൺ ടു ദ മാസ്റ്റർ ലിസ്റ്റ് പേജ്. ഇവിടെ യാത്രക്കാരൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ബർത്ത് പ്രിഫറൻസ്, കേറ്ററിംഗ് സർവീസ് ഓപ്ഷൻ എന്നിവ കൂടാതെ ID കാർഡിൻ്റെ ടൈപ്പും ID കാർഡ് നമ്പറും ചേർക്കുക. ഇവിടെ ID കാർഡായി ആധാർ കാർഡ് സെലക്ട് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓൺ സബ്മിറ്റ് ബട്ടൺ. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് ആധാർ കാർഡിലുള്ള ഇൻഫർമേഷനുമായി വെരിഫൈ ചെയ്ത് ഓൺ സക്സസ്ഫുൾ വെരിഫിക്കേഷൻ യു വിൽ ഗെറ്റ് ദ മെസ്സേജ് പാസഞ്ചർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആഡഡ് ടു മാസ്റ്റർ ലിസ്റ്റ്. നിങ്ങൾ സാധാരണ ആർക്ക് വേണ്ടിയൊക്കെയാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അവരുടെ പേരുകൾ ഇതുപോലെ മാസ്റ്റർ ലിസ്റ്റിൽ ചേർക്കാം. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കുന്ന പേജിൽ ആധാർ ഓതൻറ്റിക്കേറ്റഡ് പാസഞ്ചേഴ്സിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുടെ പേര് സെലക്ട് ചെയ്യാം. ഒരാളുടെ പേര് സെലക്ട് ചെയ്താൽ മറ്റുള്ളവരുടെ പേര് ആധാർ ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ടിക്കറ്റ് റിസർവേഷൻ സിസ്റ്റം കൂടുതൽ സുതാര്യവും എളുപ്പവുമാക്കാനും ദുരുപയോഗം തടയാനുമാണ് റെയിൽവേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മുടെ IRCTC അക്കൗണ്ടുകൾ ആധാറുമായി ലിങ്ക് ചെയ്ത് ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി ഈ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. Hope to see you soon with
another useful video. Take care.